ബ്ലഡ് പ്രഷർ കുറയ്ക്കുക, തന്മൂലം ഹാർട്ട് അറ്റാക്കും സ്ട്രോക്കിനുമൊക്കെയുള്ള സാധ്യത കുറവാക്കുക. അതിന് സോൾട്ടിന്റെ ഉപ്പ് കുറയ്ക്കണമെന്നുള്ള ഉപദേശം അനേക വർഷങ്ങളായി ഡോക്ടർമാര് രോഗികൾക്ക് നൽകാറുള്ളതാണ്. ഞാനും കഴിഞ്ഞ ഒരു 40-ലധികം വർഷങ്ങളായിട്ട് എൻ്റെ രോഗികൾക്ക് ഇതേ ഉപദേശം തന്നെ നൽകിയിട്ടുണ്ട്. എന്നാൽ ഈ ഉപദേശത്തിൽ സത്യമൊന്നുമില്ലായിരുന്നോ? ഉപ്പും ബ്ലഡ് പ്രഷറും തമ്മിലുള്ള ബന്ധം ഇക്കാലം അത്രയും ഒരു സങ്കല്പകഥ മാത്രമായിരുന്നു. ഈ അടുത്ത കാലത്ത് പുറത്തു വന്നിട്ടുള്ള ബൃഹത്തായ ചില പഠനങ്ങൾ, ഗവേഷണ പഠനങ്ങൾ അത്തരമൊരു നിഗമനത്തിൽ എത്തിക്കാൻ ഒരുപക്ഷേ നമ്മെ സഹായിച്ചേക്കും. ഇതൊരു ബ്ലാസ്ഫമിയായിട്ടോ ഈശ്വര നിന്ന പോലുള്ള ഏതെങ്കിലും പറയാൻ പാടില്ലാത്ത കാര്യങ്ങൾ പറയുകയാണെന്നോ ചിലരെങ്കിലും തെറ്റിദ്ധരിച്ചേക്കാൻ ഇടയുണ്ട്. എൻ്റെ സീനിയറായിട്ടുള്ള ഡോക്ടർമാർ എന്നോട് അക്കാര്യം കൊണ്ട് ക്ഷമിക്കുകയും ചെയ്യണം. ഉപ്പ് അപകടകാരിയാണെന്ന് ആദ്യം ലോകത്തോട് പറഞ്ഞത് 105 വർഷങ്ങൾക്ക് മുമ്പ് ഫ്രാൻസിലെ 2 ഡോക്ടർമാരായിരുന്നു. ഉപ്പ് കൂടുതലായി കഴിച്ച അവരുടെ 6 രോഗികൾ രക്തസമ്മർദ്ദം വർദ്ധിച്ച് ഹൃദയാഘാതം മൂലം മരിച്ചുവെന്ന് അവർ ലോകത്തോട് വിളിച്ചു പറഞ്ഞു, റിപ്പോർട്ട് ചെയ്തു. 6 രോഗികളുടെ അനുഭവം വെച്ചുകൊണ്ട് ഒരു ശാസ്ത്രീയ നിഗമനത്തിൽ എത്തരുതെന്ന് ഇന്ന് നമുക്കറിയാമെങ്കിലും ലോകമെമ്പാടുമുള്ള ഡോക്ടർമാര് എന്തുകൊണ്ടോ കഴിഞ്ഞ 100 വർഷമായിട്ട് അത് ഏറ്റുപാടി. 1970 ബ്രൂക്ക് ഹേവൻ നാഷണൽ ലാബറട്ടറിയിലെ ഗവേഷകനായ ഡോക്ടർ ലൂയിസ് ഡാൾ ഉപ്പ് കൂടുതലായി ഉപയോഗിച്ചാൽ ഹൈപ്പർ ടെൻഷൻ ഉണ്ടാകുമെന്ന് തന്റെ പക്കൽ വ്യക്തമായ തെളിവുകളുണ്ടെന്ന് അവകാശപ്പെട്ടു. ഉപ്പ് കൂടുതലായി നൽകിയ എലികള് രക്തസമ്മർദ്ദം വർദ്ധിക്കുന്നതിനാൽ അത് രക്തസമ്മർദ്ദം ബ്ലഡ് പ്രഷർ കൂടുന്നുവെന്ന് അദ്ദേഹത്തിന്റെ ലാബറട്ടറിയിൽ കാണിച്ചു കൊടുത്തു. പക്ഷേ ഒരു കുഴപ്പം മാത്രം, മനുഷ്യന് 500 ഗ്രാം ഉപ്പ് കഴിക്കുന്നതിന് തുല്യമായ അളവിലുള്ള ഒരു ഉപ്പായിരുന്നു ഡോക്ടർ ഡാല് അദ്ദേഹത്തിന്റെ എലികൾക്ക് നൽകിയതെന്നറിയുമ്പോഴാണ് അന്നേരം മാത്രമേ രക്തസമ്മർദ്ദം കൂടിയുള്ളൂ നമ്മൾ ഓർക്കണം. 500 ഗ്രാം പോയിട്ട് 10 ഗ്രാം ഉപ്പ് പോലും ഒരു സാധാരണക്കാര് കഴിക്കയില്ല. തോക്ക് കാണിച്ച് ചൂണ്ടി ഭയപ്പെടുത്തിയല്ലെങ്കിൽ സുബുദ്ധിയുള്ള ആരെ കൊണ്ടും 500 ഗ്രാം ഉപ്പ് കഴിപ്പിക്കുക സാധ്യമല്ല. എങ്കിലും ഡോക്ടർമാരും മാധ്യമങ്ങളുമെല്ലാം ഡോക്ടർ ലൂയിസ് ഡാളിന്റെ നിഗമനം ഉറക്കെ ഏറ്റുപാടിക്കൊണ്ടിരുന്നു. 1977 US സെനറ്റ് കമ്മിറ്റി ഓൺ ന്യൂട്രീഷൻ ഡോക്ടർ ലൂയിസ് ഡാളിന്റെ പഠനത്തെ ആസ്പദമാക്കി അമേരിക്കക്കാർ അവരുടെ ഭക്ഷണത്തിലെ ഉപ്പിന്റെ ഉപയോഗം 85% കുറയ്ക്കണമെന്ന് നിർദ്ദേശിച്ചു. എന്തിന്? 2010 പോലും അമേരിക്കൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിസിൻ ഭക്ഷണ സാധനങ്ങൾ നിർമ്മിക്കുമ്പോൾ അവയിലെ ഉപ്പിന്റെ അളവ് കർശനമായി നിയന്ത്രിക്കപ്പെടേണ്ടതാണെന്ന് ഫുഡ് ആൻഡ് ഡ്രഗ് അഡ്മിനിസ്ട്രേഷനോട് ആവശ്യപ്പെട്ടു. കോടീശ്വരനോ അല്ല, ബില്യണർ തന്നെയായ ന്യൂയോർക്കിലെ മേയർ മൈക്കൽ ബ്ലൂംബെർഗ് ഈ അടുത്ത കാലത്താണ് ന്യൂയോർക്കിൽ കച്ചവടം ചെയ്യുന്ന 16 വൻകിട കമ്പനികളോട് അവർ നിർമ്മിക്കുന്ന ഭക്ഷണ സാധനങ്ങളിൽ ഉപ്പിന്റെ അളവ് കുറച്ചിരിക്കണമെന്ന് സമ്മതിപ്പിച്ചു. അതേസമയം ഈ ഉപ്പെന്ന് പറഞ്ഞ ആളുകളെ ഭയപ്പെടുത്തുന്നത് ഉമ്മാക്കിയെ കാണിച്ച് ഭയപ്പെടുത്തുന്നത് പോലെയാണെന്ന് തെളിയിക്കുന്ന കുറച്ചേറെ ശാസ്ത്രീയ പഠനങ്ങളും ക്രമേണ പുറത്തു വന്നുകൊണ്ടിരുന്നു. 1988 ഇന്റർസോൾട്ട് പഠനം 58 രാജ്യങ്ങളിലെ ഇന്റർനാഷണൽ റിസർച്ചിനെ ആസ്പദമാക്കിക്കൊണ്ട് ഉപ്പും ഹൈ ബ്ലഡ് പ്രഷറും തമ്മിൽ ഒരു ബന്ധവുമില്ലെന്ന് കാണിച്ചു. ഉപ്പ് കൂടുതൽ കഴിക്കുന്നവരിൽ വാസ്തവത്തിൽ ബ്ലഡ് പ്രഷർ അല്പം കുറഞ്ഞേക്കാനും സാധ്യതയുണ്ടെന്ന് കാണിക്കുന്ന പഠനങ്ങളും പുറത്തു വന്നു. 2004 US ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഹെൽത്ത് ആൻഡ് ഹ്യൂമൻ സർവീസ് ഭാഗികമായി സ്പോൺസർ ചെയ്യുന്ന കൾച്ചർ ആൻഡ് കൊലാബറേഷൻ എന്ന നോൺ പ്രോഫിറ്റ് പ്രസ്ഥാനം നടത്തിയ സോൾട്ട് റെസ്ട്രിക്റ്റഡ് ട്രയൽസ് കാണിച്ചത് സോൾട്ട് റെസ്ട്രിക്റ്റ് ചെയ്താൽ ഒരാളുടെ സിസ്റ്റളിക് ബ്ലഡ് പ്രഷർ 1.1 ഡയസ്റ്റോളിക് പ്രഷർ 0.8 മാത്രമേ കുറയത്തുള്ളൂ. അതായത്
ബ്ലഡ് പ്രഷർ 120/80 നിന്ന് 119/79 എന്ന നിലയിലെത്തിച്ചേക്കാം. ഇതുമൂലം ഒരു പ്രയോജനവും ലഭിക്കുകയില്ലെന്നും നമുക്കറിയാം. ഇതിനെല്ലാം പുറമെ 2006 അമേരിക്കൻ ജേർണൽ ഓഫ് മെഡിസിൻ വന്ന ഒരു പഠനം 78 മില്യൺ അമേരിക്കക്കാരുടെ ഉപ്പിന്റെ ഉപയോഗവും അവർക്കുണ്ടാകുന്ന ഹൃദ്രോഗവും താരതമ്യ പഠനം നടത്തി. ഈ പഠനത്തിൽ കണ്ടത് ഉപ്പ് കൂടുതലായി ഉപയോഗിക്കുന്നവരിൽ ഹൈ ബ്ലഡ് പ്രഷറോ ഹൃദ്രോഗമോ ഒട്ടും തന്നെ കൂടുതലില്ലെന്നാണ്. 2007 യൂറോപ്യൻ ജേർണൽ ഓഫ് എപ്പിഡമിയോളജിയിൽ പ്രായമായ 1500 പേരെ 5 വർഷം നിരീക്ഷിച്ച ശേഷം ഉപ്പും ബ്ലഡ് പ്രഷറും തമ്മിൽ ഒരു ബന്ധവുമില്ലെന്ന് അവരും കാണിച്ചു. ഇതിനെല്ലാം അവസാനമായിട്ടാണ് ഹൈ ബ്ലഡ് പ്രഷറിനെ പറ്റി ഔദ്യോഗികമായി പറയുവാന് ആധികാരികമായി അവകാശമുള്ള അമേരിക്കയിലെ ജേർണൽ ഓഫ് ഹൈപ്പർ ടെൻഷൻ ഇതാ പുറത്തു വന്നിരിക്കുന്നു. സോൾട്ട്, അതായത് ഉപ്പും ഹൈ ബ്ലഡ് പ്രഷറും ഹാർട്ട് അറ്റാക്കും സ്ട്രോക്കും ഒക്കെ ഉള്ള ബന്ധം, ഇവ തമ്മിൽ ഒരു പുലബന്ധം പോലും ഇല്ല എന്നാണ് ഈ ജേർണൽ ഓഫ് ഹൈപ്പർ ടെൻഷൻ പറയുന്നത്. ഇവരുടെ അഭിപ്രായം ഡോക്ടർമാരും പൊതുജനങ്ങളും ഇന്ന് ശ്രദ്ധിച്ചേക്കാനും ഇടയുണ്ട്. മനുഷ്യ ശരീരത്തിന്റെ ഫിസിയോളജി പഠിച്ചിട്ടുള്ളവർക്കെല്ലാം അറിയാം, ഉപ്പ് നമ്മൾ കൂടുതലായി കഴിച്ചാൽ ഉപ്പ് കൂടുതലായി നമ്മുടെ മൂത്രത്തിലൂടെ പുറത്തു പോകും. ഉപ്പ് കുറഞ്ഞാൽ മൂത്രത്തിലൂടെയുള്ള സോൾട്ടിന്റെ എക്സ്ക്രിഷൻ കുറയ്ക്കാനും കിഡ്നിക്ക് കഴിയും. അത് ദൈവം നൽകിയിരിക്കുന്ന, കിഡ്നിക്ക് നൽകിയിട്ടിരിക്കുന്ന ഒരു പ്രത്യേക കഴിവാണ്. ഉപ്പിന്റെ ഉപയോഗം വളരെ കുറച്ചാൽ രക്തത്തിലെ സോഡിയം സോൾട്ട് പുറത്തു പോകാതിരിക്കാൻ വേണ്ടി നമ്മുടെ ശരീരം റെനിൻ എന്ന എൻസൈമും ആൾഡോസ്റ്റീറോൺ എന്ന ഹാർമോണും കൂടുതലായി ഉത്പാദിപ്പിക്കുന്നു. ഇവ രണ്ടും ബ്ലഡ് പ്രഷർ കൂട്ടുന്നതാണെന്ന് നമുക്കറിയുകയും ചെയ്യാം. അതുകൊണ്ട് ഉപ്പിന് നിയന്ത്രണം കഠിനമായി ഏർപ്പെടുന്നതിന് മുമ്പ് നമ്മൾ ഇക്കാര്യം അറിഞ്ഞിരിക്കണം, സൂക്ഷിച്ചിരിക്കണം. ഇതെല്ലാം പറഞ്ഞത് ശേഷം ഹൈ ബ്ലഡ് പ്രഷർ ഉള്ള രോഗികളോട് വ്യക്തിപരമായിട്ട് എൻ്റെ അനുഭവത്തിൽ നിന്ന് പറയാനുള്ള ഉപദേശം ഇതാണ്. ഒന്ന്, പത്രത്തിൽ കണ്ടെന്നോ TV കേട്ടെന്നോ കേട്ടോണ്ട് കുപ്പിയിലിരിക്കുന്ന ഉപ്പ് മുഴുവൻ കുടഞ്ഞിട്ട് നിങ്ങളുടെ ഭക്ഷണത്തിൽ കുടഞ്ഞിടേണ്ട ആവശ്യമില്ല. എല്ലാ കാര്യത്തിലും മിതത്വം പാലിക്കുക, ഉപ്പിന്റെ ഉപയോഗത്തിലും മിതത്വം പാലിക്കുക. ആവശ്യമായ രുചിക്ക് ഉപ്പ് ചേർക്കുന്നത് കൊണ്ട് യാതൊരു അപകടവുമില്ല എന്നാണ് ഈ പഠനങ്ങൾ കാണിക്കുന്നത്. അതുപോലെ തന്നെ ഹാർട്ട് ഫെയിലിയറോ ലിവറിന്റെ തകരാറോ കിഡ്നിയുടെ തകരാറോ മുഴുവൻ ശരീരം മുഴുവൻ നീര് വന്ന് വീർത്ത് ശ്വാസം മുട്ടലിരിക്കുന്ന ആൾക്കാര് ഉപ്പിന്റെ അളവ് കൂട്ടുന്നതിന് മുമ്പ് തീർച്ചയായിട്ടും നിങ്ങളുടെ ആ ഡോക്ടറുടെ അഭിപ്രായം ചോദിച്ചിരിക്കണം. എന്റെ അനുഭവത്തിൽ സോൾട്ട് സെൻസിറ്റീവായിട്ടുള്ള വളരെ വളരെ ചുരുക്കം പേരായിട്ട് കുറച്ച് പേരുണ്ട്. അവർക്ക് ഉപ്പ് കൂടിയാൽ ഉടനെ ബ്ലഡ് പ്രഷർ കൂടും. അത് ഞാൻ കണ്ടിട്ടുള്ളതാണ്. അതുപോലെ തന്നെ ഉപ്പ് കഴിച്ചാൽ ബ്ലഡ് പ്രഷർ കുറയുന്ന അത്രയും ആളുകൾ തന്നെ ഉണ്ടെന്നാണ് ഗവേഷകർ പറയുന്നത്. ഇതുകൊണ്ട് എത്രമാത്രം നിങ്ങൾ ഉപ്പ് കഴിക്കണമെന്നുള്ളത് നിങ്ങളും നിങ്ങളുടെ ഡോക്ടറും തമ്മിൽ എടുക്കേണ്ട ഒരു തീരുമാനമാണ്. ഏതായാലും പുതിയ പഠനം ഉറപ്പു നൽകുന്നത് പുതിയതാണെങ്കിലും ഒരു പഴയ കാര്യം തന്നെയാണ്. മനുഷ്യന് വളരെ വളരെ പ്രയോജനകരമായ ഒരു വസ്തുവാണ് ഉപ്പ്. പണ്ട് റോമ പടയാളികൾക്ക് ശമ്പളമായി നൽകിയിരുന്നത് ഉപ്പാണ്. ഉപ്പിന്റെ പേരിൽ ലോകത്ത് പല യുദ്ധങ്ങളും നടന്നിട്ടുണ്ട്. നിങ്ങൾ ഭൂമിയുടെ ഉപ്പായി തീരട്ടെ എന്നാണ് യേശുക്രിസ്തു മനുഷ്യരെ ഉപദേശിച്ചത്. ഭാരതീയരുടെ ജീവിതത്തിന്റെ, സാധാരണ ജീവിതത്തിന്റെ അടിസ്ഥാനമായ ഉപ്പ് നിർമ്മിക്കുവാനുള്ള അവകാശത്തിനു വേണ്ടിയാണ് മഹാത്മാഗാന്ധി ഉപ്പ് സത്യാഗ്രഹം നടത്തിയതും ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിലേക്കും അത് നയിച്ചത്. അതുകൊണ്ട് ആവശ്യത്തിന് ഉപ്പ് കഴിച്ചുകൊള്ളുക. അതേസമയം ഉപ്പിനെതിരായിട്ട് ഒരു കുരിശുദ്ധത്തിന്റെ കാര്യം ഇന്നില്ല എന്നാണ് ഈ ഗവേഷണങ്ങൾ കാണിക്കുന്നത്. ഇത് ചിക്കാഗോയിൽ നിന്ന് ഡോക്ടർ റോയ് പി തോമസ്. വരുന്ന ആഴ്ചയും ഇതേ സമയം വീണ്ടും കാണാം.